ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് തൊഴിൽ നൈപുണ്യ വകുപ്പിൻ്റെത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ ഉത്തരവ് ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ NTC നിയമന യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള തസ്തികയിലേക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് യോഗ്യത കൂടി മതിയായ യോഗ്യതയായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ സർക്കാർ ഉത്തരവ് എന്ന് പറയുന്നത് 768/2024 LBR 12/7/2024. സോ ഇവിടെ ഞാൻ ആദ്യം ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകാം. ഇപ്പൊ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITയിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടിയത്? നമ്മൾ NCVTയിൽ ഒരു ട്രേഡാണ് പഠിക്കേണ്ടത്. NCVTയിൽ ഏതെങ്കിലും ട്രേഡ് പഠിക്കുമ്പോൾ ഇപ്പൊ ഇലക്ട്രീഷ്യൻ പഠിച്ചാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ കിട്ടും. ഫിറ്റർ പഠിച്ചാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഫിറ്ററിൻ്റെത് കിട്ടും. ഓക്കെ, ഈ യോഗ്യതയിലേക്ക് എന്ത് വേണം? NAC യോഗ്യത കൂടി മതിയായ യോഗ്യതയായിട്ട് പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ മുമ്പ് ഒരു ഉത്തരവ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് SCVTയെ പരിഗണിക്കണമെന്ന്. SCVT. സോ അതായത് SCVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടാവില്ല. ITയിലെ SCVT പഠിക്കുന്നവർക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടാവില്ല. പകരം എന്താണ്, SCVT സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഈക്വലന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സോ അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ അപ്പൊ പിന്നെ ഈ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഒന്നെങ്കിൽ NCVT കഴിഞ്ഞവർ IT കഴിഞ്ഞവരോ അല്ലെങ്കിൽ SCVT IT കഴിഞ്ഞവരാണോ എടുക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരാണല്ലോ എടുക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ഇങ്ങനെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി പരിഗണിച്ചാൽ ആർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്? കാരണം SCVT NCVT എന്തായാലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ, IT കഴിഞ്ഞവരുടെ കയ്യിൽ. പിന്നീട് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആർക്കായിരിക്കും ഉപയോഗപ്പെടുന്നുണ്ടാവുക? നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് IT ട്രേഡ് പഠിക്കാതെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ട്രെയിനികൾക്ക് IT ട്രെയിനിങ് കഴിഞ്ഞ് ലഭിക്കുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുമായിട്ട് തുല്യത പരിഗണന നൽകണമെന്ന് പരാമർശം 1 പ്രകാരം ശ്രീ അൻസർ KA സർക്കാരിലേക്ക് നിവേദനം സമർപ്പിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ് പരാമർശം 2 കത്ത് പ്രകാരം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിനേക്കാളും ഗ്രേഡ് കൂടുതലാണെന്നും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവരെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയിലേക്ക് പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളതായും പരാമർശം 3 പ്രകാരം ട്രെയിനിങ് ഡയറക്ടർ സർക്കാരിനെ അറിയിക്കുകയുണ്ടായി. സർക്കാർ ഈ വിഷയം എന്ത് ചെയ്തു? വിശദമായി പരിശോധിക്കുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിയമന യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള തസ്തികയിലേക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് യോഗ്യത കൂടി മതിയായ യോഗ്യതയായിട്ട് പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് നാവൽ ഡോക്യാർഡിലേക്ക് വന്നിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് വേക്കൻസിയാണ്. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാൻ മിനിമം ഒരാൾക്ക് 14 വയസ്സാണ് പ്രായം വേണ്ടത്. ഒരാൾക്ക് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 2 രീതിയിലാണ് സാധിക്കുന്നുണ്ടാവുക. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, അപ്രന്റീസ്ഷിപ്പ് വേക്കൻസി വരുന്നത് IT പോസ്റ്റുകളായിട്ടും 2 നോൺ IT പോസ്റ്റുകളായിട്ടുമാണ്. ഇപ്പൊ IT പോസ്റ്റിലേക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടണമെങ്കിൽ ക്ലാസ് 10th എക്സാം വിത്ത് IT സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ട്രേഡ്. സോ അത് ഓരോന്നിനെ ക്വാളിഫിക്കേഷൻ പോലെ ഇരിക്കും. എന്തായാലും ഏത് പോസ്റ്റ് ആണ്, ഇപ്പൊ 301 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിൽ ഏതൊക്കെ ട്രേഡ് ആണോ ആ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCVTയോ അല്ലെങ്കിൽ SCVTയോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ KGC പറ്റില്ല, NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകാരം അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, IT കഴിഞ്ഞ് NCVT സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്തിട്ടാണ് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നത്. എനിക്ക് 1 വർഷമേ അപ്രന്റീസ്ഷിപ്പ് ഉള്ളൂ. ഓക്കെ, ദെൻ നോൺ IT പോസ്റ്റുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, IT വേണ്ട. നോൺ ITയിൽ ക്ലാസ് 8 അല്ലെങ്കിൽ ക്ലാസ് 10 എക്സാം പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്രന്റീസ്ഷിപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് 1 വർഷം കൊണ്ട് കഴിയുമോ? ഇല്ല, 1 വർഷം കൊണ്ട് കഴിയില്ല. കാരണം ട്രേഡ് എന്താണ്, ഇപ്പം ITയിൽ ഒരു ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിറ്റർ ആണെന്നുണ്ടെങ്കിൽ 2 വർഷമാണ് IT ട്രേഡ് പഠിക്കുന്നത്. പ്ലസ് 1 ഇയർ 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് യോഗ്യത ഉള്ള ആള് അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ചെയ്യേണ്ടി വരിക. നോൺ IT ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ 2 അല്ലെങ്കിൽ 3 വർഷം ആള് ജോലി ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ആൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റിനേക്കാളും ഗ്രേഡ് കൂടുതലാണ് അതിന്. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഓൾറെഡി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ദെൻ എനിക്ക് 1 വർഷം കഴിയുമ്പോൾ
അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും കിട്ടുമ്പോഴത്തേക്കിനും എന്റെ ഗ്രേഡ് കൂടി NAC ഉണ്ട് NTC ഉള്ളപ്പോഴത്തേക്കിനും എന്റെ ഗ്രേഡ് വീണ്ടും കൂടുകയാണ്. എനിക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതാവും. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇതില്ലേ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിലേക്കൊക്കെ എനിക്ക് എന്ത് മതി, ഒരു വർഷം NAC ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട, പ്ലസ് 1 ഇയർ കൂടി മതി. ഇനി കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല എക്സാമുകളും ഈ ITA ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി വേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടി ഗ്രേഡ് കൂടുതലാണ്. പക്ഷെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ITA പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ ITA പോസ്റ്റ് ആയിട്ടോ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ, ഏത് ട്രേഡിലാണോ ഇദ്ദേഹം അപ്രന്റീസ്ഷിപ്പ് കിട്ടുന്നത് ആ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഫിറ്റർ ട്രേഡിലാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എനിക്ക് ഫിറ്റർ ട്രേഡ് അപ്രന്റീസ്ഷിപ്പേ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ITA ഫിറ്റർ ട്രേഡാണ് പഠിച്ചത് എങ്കിൽ എനിക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടുന്നതും ഈ ഫിറ്റർ ട്രേഡിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ നോൺ ITA പോസ്റ്റിലുള്ള ഒരാൾക്ക് ഏത് ട്രേഡിലേക്കും അപ്രന്റീസ്ഷിപ്പ്, നമ്മൾ ITA പോയി തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്രന്റീസ്ഷിപ്പ് പോയി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഏതെങ്കിലും ട്രേഡിലേക്ക് അങ്ങനെ അദ്ദേഹം ഏത് ട്രേഡിലാണോ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നത് ആ ട്രേഡിന്റെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നുണ്ടാവുക. ദെൻ ഇപ്പോഴത്തുള്ള തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്, ഇത്തരത്തില് അപ്രന്റീസ്ഷിപ്പ് ITA കഴിയാതെ പോയിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഫിറ്റർ ട്രേഡില് ITA ഇല്ലാതെ 8 അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ പോയിട്ട്, ഇപ്പൊ ഫിറ്ററിന്റെ ക്വാളിഫിക്കേഷൻ 10 ആണല്ലോ, അപ്പൊ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ ഒരാൾ അപ്രന്റീസ്ഷിപ്പ് 3 വർഷം പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ഫിറ്റർ ട്രേഡിൽ കിട്ടുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ PSCയിൽ ഇപ്പോൾ ഫിറ്റർ ട്രേഡിൽ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ വന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ITA ഇല്ലാതെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഒരാൾക്ക് അതിലേക്ക് എഴുതാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ചില ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ മുമ്പ് വന്നിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവ്, അതായത് ITയുടെ ഈക്വൽ അല്ലെങ്കിൽ ഹയർ ഒന്നും അല്ല ഡിപ്ലോമ, BTech അല്ലെങ്കിൽ മറ്റു ഡിഗ്രി എന്ന് പറഞ്ഞത് ഇതോടെ ക്യാൻസൽ ആകും. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതും ഇതും തമ്മിൽ വീണ്ടും യാതൊരു കണക്ഷനും ഇല്ല. നിങ്ങൾ ഓരോ ഉത്തരവ് വരുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നല്ല തീരുമാനം തന്നെയാണ്. ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. കാരണം NTC ചോദിച്ചാൽ 100% അവിടെ NAC ചോദിച്ചിരിക്കും. NTC ഇലക്ട്രീഷ്യൻ ഒരു വേക്കൻസി വന്നാൽ അവിടെ അതേ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ NAC ഉള്ള ആൾക്ക് പറ്റും. അതങ്ങനെയാണ്, ഓറിട്ട് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ 100% അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാമുകളും നിങ്ങൾ പരിശോധിച്ചോളൂ, അങ്ങനെ തന്നെയാണ്. PSCയിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് അതിശയോക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ തൊഴിൽ നൈപുണ്യ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു അതിശയോക്തിയും കാണിക്കേണ്ടതില്ല. അത് കറക്റ്റായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഇത് എപ്പോഴും ആർക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നുണ്ടാവുക, ITA എന്താ പറയാ, അപ്രന്റീസ്ഷിപ്പ് ഏത് ട്രേഡിലാണോ ചെയ്തത് അവർക്ക് ഗുണം ചെയ്യും. പിന്നെ ഒരു വിഷയം കൂടി, കേരളത്തിൽ ഇത്തരത്തിൽ പോയിട്ട് നോൺ ITA അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവർ വളരെ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാരൊക്കെയാണ് ഇത്തരത്തിൽ നോൺ ITA ആയിട്ട് അപ്രന്റീസ്ഷിപ്പ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുക. ITയിൽ തന്നെയാണ് കൂടുതൽ പേരും ഇവിടെ പഠിച്ചിട്ടാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, SCVT ട്രേഡ് കഴിഞ്ഞവർ നിർബന്ധമായിട്ട് അപ്രന്റീസ്ഷിപ്പ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് NAC കിട്ടും. NAC കിട്ടിക്കഴിഞ്ഞാൽ SCVT-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പല പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. 1 വർഷം കൊണ്ട് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിലൂടെ പല വീഡിയോകളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും എന്ത് ചെയ്യുക, അത് മനസ്സിലായി എന്നാണ് വിശ്വാസം. ആരും എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇപ്പം നല്ലതായിട്ടുള്ള ഉത്തരവാണ്, തീർച്ചയായിട്ടും കയ്യടിയോടുകൂടി തന്നെ വരവേൽക്കേണ്ട ഉത്തരവാണ്, നടപ്പിലാകേണ്ട ഉത്തരവ് തന്നെയാണ്. പലയിടത്തും സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാമുകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉത്തരവ് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സന്തോഷം മാത്രം. എല്ലാവരും ഇങ്ങനെയുള്ള തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരവേൽക്കുന്നത്. അല്ലാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ യോഗ്യതയിലേക്ക് ഉയർന്ന ഡിഗ്രിയും ഡിപ്ലോമയും BTech ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്നുള്ള PSC കാണിക്കുന്നത് പോലുള്ള തീരുമാനങ്ങളെല്ലാം നമ്മൾ പിന്തുണയ്ക്കുന്നത്.
ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ശരിയായിട്ടുള്ള നീതിപൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലും കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതേസമയം ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിലും കാണാത്ത കാര്യമാണ് ഐടിഐന്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നിടത്തേക്ക് ഡിപ്ലോമയും ബിടെക്കും ഉള്ളവരെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത് ഇനി മാറാനായിട്ടുള്ളത്. അത് മാറുമെന്നുള്ളത് നിശ്ചയമായി അത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. കൂടുതൽ ഐടിക്കാർ ആ ഒരു കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി അത് മാറും. കാരണം മാറ്റിയേ പറ്റൂ. കാരണം ഏത് എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാലും ഇനി ഈ ഇന്ത്യയിൽ എവിടെ എക്സാം നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാലും ഈ കേരള PSC ഒഴികെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നു. ഐടിഐ യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അത് നിർബന്ധമാണ്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സോ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂടുതൽ IT സംബന്ധമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്